ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ കേട്ടത് ഒരു കൊട്ടിപ്പാട്ട് എന്ന് പറയാൻ പറ്റില്ല, കൊട്ടിലൂടെ ഒരു ഡെസ്കിലടിയിലൂടെ ലോക പ്രശസ്തനായി തീർന്ന ഒരു ഗായകനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുമേഷ് അയിരൂർ, നമസ്കാരം. ഏഷ്യാബഹറിലേക്ക് ഇവിടെ എത്തിയതിന് വളരെ നന്ദി. എന്തായാലും തിരുവല്ല അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് സുമേഷ് ബഹറിലെത്തിയത്. അപ്പോൾ ഏഷ്യാബഹറിൻ്റെ ഓഫീസിലും അദ്ദേഹം ഒന്ന് കൊട്ടിപ്പാടി. ഏതായാലും നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? എങ്ങനെയാണ് ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഡെസ്കിൽ ഇങ്ങനെ വായിച്ച് പാടാറുണ്ട്, അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്? അതല്ലേ, അച്ഛനെ ഈ ഭജൻസ് പോലുള്ള പരിപാടി, അച്ഛൻ ഭാഗവത പാരായണം ഫീൽഡാണ്. അച്ഛൻ അസാധ്യമായിട്ട് പാടും, നമ്മളൊന്നും അല്ല. അപ്പൊ അച്ഛൻ എന്നെ കുഞ്ഞിലെ തൊട്ട് അച്ഛൻ ഇന്ന് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അവിടെ കിടന്ന് പലകയിലൊക്കെ ഇങ്ങനെ താളം പിടിച്ച് പാടുമായിരുന്നു, കൊട്ടിപ്പാടുമായിരുന്നു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ചുമ്മാ അവതാളം കൊട്ടാടാന്ന് പറയും. അവതാളമാണിത്. പക്ഷെ ഇത് അവതാളമൊന്നുമല്ല, ഇത് ഗംഭീരതാളായിരുന്നു. അതായത് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന് കൊട്ടിക്കൊണ്ട് പാടുക എന്ന് വെച്ചാൽ കുറച്ച് നമ്മളിപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഇപ്പോൾ ലജ്ജാവതിയിലെ പോലത്തെ, അല്ലെങ്കിൽ ഞാൻ ആ പാട്ടിനെ വിമർശിക്കുന്നതല്ല, അതുപോലുള്ള പാട്ടുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഒരു ക്ലാസിക്കലിൽ ഇങ്ങനെ കൊട്ടിപ്പാടുക എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ കൊട്ടിപ്പാടിയ പാട്ട് ഏതാണ്? ആദ്യം വൈറലായത് എന്നതവം ചെയ്തനെ എന്ന് പറഞ്ഞിട്ട്, എന്നതവം ചെയ്തനേ എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ யசோத, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்கு, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்கு, என்ன தவம் செய்தனே யசோத. കാപ്പിരാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിലൂടെ ഒരു പ്രോഗ്രാം, നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അല്ലാതെ എന്നതവം പാടാനായിരുന്നു. നിനക്കറിയാവുന്ന ഒരു പാട്ട് എന്നോട് പാടാൻ കൂട്ടുകാർ പറഞ്ഞു. അപ്പം ഒരു പല്ലവി പാടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ താളം കൂടെ കൊട്ടുന്നല്ലേ, ചുമ്മാ അങ്ങനെ കൊട്ടിപ്പാടാം. അങ്ങനെ പാടിയതാ. അത് സ്കൂളിൽ ഇങ്ങനെ കൊട്ടിപ്പാടാറുണ്ടായിരുന്നു. അപ്പൊ അപ്പോൾ മുതലേ മനസ്സിൽ ഇത് തന്നെയാണ്. അതെ, നമ്മുടെ ഉള്ളിൽ താളം പഠിച്ചിട്ടുണ്ടോ? ഈ ഋതം ഞാൻ ഈ മ്യൂസിക് കോളേജിൽ സബ് മൃദംഗമായിരുന്നു. പക്ഷെ ഈ താളം കൊട്ടുന്നതായിട്ട് അതിന് യാതൊരു ഇതില്ല. എൻ്റെ ഫിംഗറെ മൊത്തത്തിൽ വേറെ. ഇത് കുഞ്ഞിലെ അത് അവിടെ നിന്ന് തന്നെ അല്ലാതെ ബ്ലഡ് കിട്ടിയത്. മ്യൂസിക് കോളേജ് പഠിച്ചു എവിടെയാണ് കഴിഞ്ഞത്? ട്രിവാൻഡ്രത്ത് സ്വാതിരുന്നാൾ ഗാനഭൂഷണായിരുന്നു. കംപ്ലീറ്റ് ചെയ്തില്ല, കാരണം എനിക്കൊരു ഐ പ്രോബ്ലം ഉണ്ടായിട്ട് തിരിച്ചു പോരുമായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഓക്കെയാണോ? അല്ലല്ല, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. കാഴ്ച ഇത് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. എന്ത് പറ്റിയതാണ്? ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ട് അസുഖം. ഇപ്പോൾ ശരിയാക്കി ചികിത്സിച്ച ഭേദമാക്കാൻ പറ്റും? ചികിത്സിച്ച് ഭേദമാവില്ല. വർഷങ്ങളായിട്ട് മരുന്ന് ഒഴിക്കുന്നുണ്ട്. എന്നും മരുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്തു, ലേസർ ഉണ്ടായിരുന്നു. ശരി. അത് കാഴ്ച തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ നാട്ടിലെത്തി പാട്ടുമായിട്ട്? വിദേശ രാജ്യത്ത് ഏതൊക്കെ? USA പോയി, ഓസ്ട്രേലിയ 2 വട്ടം പോയി. ഞാനിപ്പോ ഓസ്ട്രേലിയക്ക് പോകാൻ പോകുന്നു. ഇനി അടുത്ത മാസം ബഹ്റിനിലെത്തി. അതെ, ഞാൻ ആദ്യമായിട്ടാ. ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. USA പോയപ്പോഴേ ഇങ്ങോട്ടുള്ള ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ USA ഏറ്റു പോയത് കൊണ്ട് സ്വപ്നം പോലും ഓർത്ത കാര്യങ്ങളല്ല, എല്ലാം ഈശ്വരൻ. തീർച്ചയായിട്ടും. വേറെ ഏതെങ്കിലും ഫീൽഡിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ? ഒരു ഫീൽഡ് പാട്ട് തന്നെ ജീവിതം. വീട്ടിലൊരു എന്താണ്, അവിടെ ഇരുന്ന് ഈ കൊട്ടിപ്പാട്ടും ഈ മ്യൂസിക് ചെയ്തൊക്കെ ഉണ്ട്. മ്യൂസിക് ചെയ്തൊരു 100 പാട്ടോളം ഞാൻ പാടി. അപ്പോൾ അതായത് സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെയാണോ ജീവിതം? പഠനം കഴിഞ്ഞിട്ട് വീട്ടുകാരെ ഒക്കെ ഞാൻ അത്യാവശ്യം പഠിപ്പിച്ചിട്ടുമായിരുന്നു. അപ്പം വീട്ടുകാരെ ഓർത്ത് ഞാൻ വേറെ ഏതെങ്കിലും ഇതിലോട്ട് പാട്ട് സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഓർത്തെ. പക്ഷെ എൻ്റെ ഉള്ളിൽ മൊത്തം ഇതായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ മ്യൂസിക് കോളേജിലോട്ട് പോകുമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് പുലികളുടെ ഇടയ്ക്കായിരുന്നു, മൊത്തം സിംഗേഴ്സായിരുന്നു. ഞാൻ അവിടെ വട്ടപൂജ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഈ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഈ കൊട്ടിപ്പാട്ട് വൈറലായതും
ഓക്കെ ഓക്കെ ഓക്കെ. കൂടെ പഠിച്ചവരൊക്കെ ഈ വൈറലായിപ്പോൾ ഞാനിങ്ങനെ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അവർ ഏത് സുമേഷ് ഞങ്ങളോട് പഠിച്ചിരുന്നോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഒത്തിരി പേര് അങ്ങനെ വിളിക്കുന്നുണ്ട് കൂട്ടുകാർ. ഏതായാലും സുമേഷിൻ്റെ മനോഹര ശബ്ദം ബഹറിൽ മുഴങ്ങിക്കേട്ടു. കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായൊരു പരിപാടിയായിരുന്നു നടത്തിയത്. എന്തായാലും ബഹറിലേക്ക് എത്തി ഇവിടെ ഞങ്ങളൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും താങ്കളുടെ ഈ സംഗീത പാഠവും പ്രദർശിപ്പിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. സംഗീതമേ സാനിധ പദനി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സാനിധ പദനി സംഗീതമേ. മകരി ദപമ സനി ദപ ഗരി മകരി സനി പദനി സംഗീതമേ ഗരി മകരി സനി ദഗമ പദനി സംഗീതമേ. അമര സല്ലാപമേ രിട്ടിഗ സരിഗ സരി നിഗ നിഗ നി സരി സനി രി സനി ദപ ഗമ പദനി സ പദമ പ സനി ഗരി ഗ സനി സ നവനി ദ സനി തി സ ഗരി സ സനി സ മരി സരി ഗ ഗമ ഗരി നി ധനി ഗരി സനി ധ സനി ധ പ മ മനി ധ പ മ ഗ ഗമ മ പ പദ ധനി നി സ സരി ധി ഗ ഗമ തി ഗ ഗരി നി സ സനി ധരി സ സനി ധ ഗരി നി സനി ധ ധനി സനി ധ പ മ മനി ധ ധ പ മ ഗ ഗ ഗ മനി ധ പ മ പദ നി സരി ഗ ധനി സനി ഗരി സനി സ നി സനി ധനി സനി ധ പ ധ ധനി സ ഗ നി സനി ധനി സനി ധി സനി ധ പ സനി ധ നി ധ പ മ ഗ മ പ ധ പ മ പ ധ നി ധ പ ധ നി സനി ഗ മ പ ധ ഗ മ പ ധ പ മ പ ധ നി മ പ ധനി സ പ ധനി സ പ ധ നി സനി ഗ നി സനി സ നി സനി ധ നി സനി ധ പ ധ പ ധ നി സ പ ധ നി സ രി നി സ രി ഗ നി സനി ധ നി സനി ധ പ ഗ മ പ ധ നി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ.